ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. മാർച്ച് 1 മുതൽ 7 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. INS അഞ്ചദ്വീപ് ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പൽ അഥവാ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ASWSWC ആണ് INS അഞ്ചദ്വീപ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സാണ്. INS അഞ്ചദ്വീപിൻ്റെ നീളം 77 മീറ്ററും ഭാരം 1400 ടണ്ണും ആണ്. വാണിജ്യ അർദ്ധചാലക സൗകര്യം അഥവാ കൊമേഴ്ഷ്യൽ സെമി കണ്ടക്ടർ ഫെസിലിറ്റി. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ അർദ്ധചാലക സൗകര്യം ഗുജറാത്തിലെ സാനന്ദിൽ സ്ഥാപിച്ചു. നിർമ്മാതാക്കൾ ടാറ്റ ഇലക്ട്രോണിക്സ് ആണ്. ഈ കൊമേഴ്ഷ്യൽ സെമി കണ്ടക്ടർ ഫെസിലിറ്റിയുടെ ലക്ഷ്യമെന്നത് സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിച്ച് ആഗോളതലത്തിൽ വിതരണം ചെയ്യുക എന്നതാണ്. ഗുജറാത്തിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നോക്കുമ്പോൾ ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ, മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ, ഗവർണർ ആചാര്യ ദേവ്വ്രത്. 16ാം ധനകാര്യ കമ്മീഷൻ അഥവാ 16th ഫിനാൻസ് കമ്മീഷൻ. 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ ആണ്. ഇദ്ദേഹം മുൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആയിരുന്നു. ഈ കമ്മീഷൻ്റെ കാലയളവെന്നത് 2026 ഏപ്രിൽ 1 മുതൽ 5 വർഷത്തേക്കാണ്. 16ാം ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളും ലക്ഷ്യങ്ങളും നമുക്ക് നോക്കാം. നികുതി വിഭജനം, ഗ്രാൻഡ് ഇൻ എയ്ഡ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായം, ദുരന്ത നിവാരണം എന്നിവയിൽ ശുപാർശകൾ നൽകുക, അതുപോലെ തന്നെ ധനപരമായ അച്ചടക്കം, സുതാര്യത, സാമ്പത്തിക ഫെഡറലിസം ശക്തിപ്പെടുത്തുക എന്നിവയൊക്കെയാണ്. ഇന്ത്യ കാനഡ CEPA മാർച്ച് 2026. ഇന്ത്യ കാനഡ CEPA എന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് അഥവാ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ്. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദിയും മാർക്ക് കാർണിയും ചേർന്ന് 2026 മാർച്ച് 2 ന്യൂഡൽഹിയിൽ വെച്ച് CEPAയുടെ ടേംസ് ഓഫ് റെഫറൻസിൽ ഒപ്പുവെച്ചു. CEPAയുടെ പ്രധാന പ്രത്യേകത എന്നത് യുറേനിയം കരാറാണ്. എന്താണ് യുറേനിയം കരാർ? നമുക്ക് നോക്കാം. $2.6 ബില്യൺ കനേഡിയൻ ദീർഘകാല യുറേനിയം വിതരണ കരാറാണ് ഒപ്പുവെച്ചത്. ഇത് കാമെക്കോ കമ്പനിയുമായി ചേർന്നാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ആണവോർജ്ജ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കാനഡയുടെ പ്രധാന പ്രത്യേകതകൾ. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ, പ്രധാനമന്ത്രി മാർക്ക് കാർണി, കറൻസി കനേഡിയൻ ഡോളർ. ഇന്ത്യ ഫിൻലൻഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിൻലൻഡ് പ്രസിഡന്റ് ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ്ബും ഇന്ത്യയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ഫിൻലൻഡ് ബന്ധത്തെ ഡിജിറ്റലൈസേഷനിലും സുസ്ഥിരതയിലുമുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുവാൻ ധാരണയായി. ഫിൻലൻഡിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ ഫിൻലൻഡിൻ്റെ തലസ്ഥാനം ഹെൽസിങ്കി, പ്രസിഡന്റ് ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ്ബ്, പ്രധാനമന്ത്രി പെറ്ററി ഓർപ്പോ, അതുപോലെ ഫിൻലൻഡിൻ്റെ കറൻസി എന്നത് യൂറോയാണ്.